നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടീനേജേഴ്സിനെ എങ്ങനെ മനസ്സിലാക്കാം, അവരെ എങ്ങനെ സഹായിക്കാം എന്നതാണ്. പല മാതാപിതാക്കൾക്കും ഇങ്ങനെ തോന്നാറുണ്ട്. മക്കൾ പെട്ടെന്ന് മാറിപ്പോയി, കേൾക്കാറില്ല, എല്ലാം എതിർക്കുന്നു. ഇത് വളരെ കോമൺ ആണ്. പക്ഷേ ഇതിന്റെ പിന്നിൽ എന്താണ് നടക്കുന്നത്? അപ്പൊ നമുക്ക് മനസ്സിലാക്കാം വാട്ട് ഹാപ്പൻസ് ഇൻ എ ടീനേജ് ബ്രെയിൻ. ഈ ടീനേജ് സമയത്ത് ഇക്കാലത്ത് ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രധാന ഘട്ടമാണ്. നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയമാണ് ടീനേജ്. പ്രത്യേകിച്ച് ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഭാഗം, അതായത് നമ്മൾ ഇമോഷണൽ ബ്രെയിൻ എന്ന് പറയും. അപ്പൊ ആ ഭാഗം വളരെ ആക്റ്റീവാണ്. പക്ഷെ ഡിസിഷൻ മേക്കിംഗ് ഭാഗം, അതായത് നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്, തലച്ചോറിന്റെ മുൻഭാഗം, ഇപ്പോഴും ഡെവലപ്പ് ആവുകയാണ്. അതുകൊണ്ട് ഇമോഷൻസ് ഈ കാലത്ത് സ്ട്രോങ് ആയിരിക്കും. പക്ഷെ ഡിസിഷൻ മേക്കിംഗ് അത്രത്തോളം എത്തിയിട്ടില്ല. അപ്പൊ ഡിസിഷൻസ് കുറെ കൂടി ഇമ്പൾസീവ് ആയിരിക്കും. ഒരു എടുത്തുചാട്ടം ടീനേജേഴ്സിന് ഉണ്ടാവും. ഇനി എന്തുകൊണ്ടാണ് ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നത്? അപ്പൊ ടീനേജേഴ്സ് ഇൻഡിപെൻഡൻസ് വേണമെന്നാണ് അവർക്ക് തോന്നുന്നത്. സ്വന്തം ഐഡന്റിറ്റി കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പേരൻസിനോട് അവർക്ക് ഒരു കോൺഫ്ലിക്റ്റ് വരാം, ആർഗ്യുമെന്റ്സ് കൂടാം. അപ്പൊ ഇതെല്ലാം ആ ഒരു ഇൻഡിപെൻഡൻസിനും ഐഡന്റിറ്റിക്കും പുറകെയുള്ള ഓട്ടത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇനി പേരൻസ് അറിഞ്ഞിരിക്കാൻ, മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം, അവരുടെ ഒരു മൈൻഡ് സെറ്റ് അവർ മാറ്റിയെടുക്കണം. ടീനേജേഴ്സ് ഇങ്ങനെ ബിഹേവ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുക, ഇതൊരു ബാഡ് ബിഹേവിയർ അല്ല, ഇത് ഒരു ഡെവലപ്മെന്റൽ ഫേസ് മാത്രമാണ്. ഇത് ടെമ്പററി ആണ്. ദീർഘകാലം എപ്പോഴും ഇതിങ്ങനെ ലൈഫ് ടൈം ഇതേപോലെ അവർ ബിഹേവ് ചെയ്യും എന്നുള്ളതല്ല. ആ ഒരു ടീനേജ് സമയത്ത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഡിസിഷൻ മേക്കിംഗ് ഭാഗമായിട്ടുള്ള പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ പറയുന്ന ബിഹേവിയറും തനിയെ ശമിക്കും. ഇനി ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ഈ ഒരു കാലഘട്ടം, കുട്ടികളിൽ വരുന്ന ഈ ഒരു കാലഘട്ടം തരണം ചെയ്യാൻ പേരൻസിന് പലപ്പോഴും ബുദ്ധിമുട്ട് വരാറുണ്ട്, അല്ലെ? അപ്പൊ ചില ഒരു പ്രാക്ടിക്കൽ ടിപ്സ് നമുക്ക് അറിഞ്ഞിരിക്കാം. എന്താണ് പേരൻസിന് ചെറുവിദ്യകളായിട്ട് ചെറിയ ടിപ്സ് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ ആദ്യത്തേത് തന്നെ ലിസൺ മോർ, ടോക്ക് ലെസ്. നിങ്ങൾ ചെയ്യേണ്ടത് ഉടൻ തന്നെ അവർക്ക് അഡ്വൈസ് കൊടുക്കാതെ ആദ്യം അവരെ കേൾക്കുക. ടീനേജേഴ്സ് എപ്പോഴും ആഗ്രഹിക്കുന്നത് ആരെങ്കിലും അവരെ കേൾക്കുക എന്നുള്ളതാണ്. ദേ വോണ്ട് ടു ഫീൽ ഹേർഡ്. രണ്ടാമത്തെ കാര്യം, അവോയ്ഡ് കോൺസ്റ്റന്റ് ക്രിറ്റിസിസം. എല്ലാത്തിനും കുറ്റം പറയുന്നത് ഡിസ്റ്റൻസ് വർദ്ധിപ്പിക്കാനേ ഉപകരിക്കൂ. അപ്പോ അങ്ങനെ എല്ലാത്തിനും അവരെ കുറ്റം പറയുന്നതിന് പകരം കാമായിട്ട് പറയുക. മൂന്നാമത്തെ കാര്യം, സ്റ്റേ കാം ഡ്യൂറിങ് കോൺഫ്ലിക്ട്സ്. ഇപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ കുട്ടിയുമായിട്ട്, നിങ്ങളുടെ ടീനേജിലുള്ള കുട്ടിയുമായിട്ട് നിങ്ങൾക്കൊരു ആർഗ്യുമെന്റ് ഉണ്ടാകുന്ന സമയത്ത് ടീനേജേഴ്സ് ഇമോഷണൽ ആകുമ്പോൾ പേരൻസ് കാം ആയിരിക്കണം. ഷൗട്ട് ചെയ്താൽ ആ സിറ്റുവേഷൻ വേഴ്സൺ ചെയ്യത്തേ ഉള്ളൂ. നിങ്ങളും നിങ്ങളുടെ ടീനേജർ ആയിട്ടുള്ള കുട്ടിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടത്തേ ഉള്ളൂ. നാലാമത്തെ കാര്യം, ഗിവ് സം ഇൻഡിപെൻഡൻസ്. ഇപ്പൊ ചെറിയ കാര്യങ്ങളിലൊക്കെ ഫ്രീഡം നമുക്ക് കൊടുക്കാൻ ശ്രമിക്കാം. അപ്പൊ ഇതുപോലെ നമ്മൾ അവർക്ക് ഫ്രീഡം കൊടുക്കുമ്പോൾ നമ്മുടെ പുറത്തുള്ള ട്രസ്റ്റ്, വിശ്വാസം ബിൽഡ് ചെയ്യും. അഞ്ചാമത്തെ കാര്യം, സ്പെൻഡ് ക്വാളിറ്റി ടൈം. എപ്പോഴും ടീനേജേഴ്സിന് ഈ പറഞ്ഞതുപോലെ മാതാപിതാക്കൾ അവരെ കേൾക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് അവരുടെ ഉള്ളിലുള്ളത്. അപ്പോൾ അവരുമായിട്ട് നമുക്ക് ചെറിയ കോൺവെർസേഷൻസ്, ചെറിയ ചെറിയ സംസാരങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. ചെറിയ കാഷ്വൽ ടോക്സ് ഉപകാരപ്രദമായിരിക്കും. ഇനി
ലെക്ചർ മോഡ് ഒഴിവാക്കുക. നമ്മൾ അവരെ ഉപദേശിക്കുകയാണ് എന്നവർക്ക് തോന്നാൻ പാടില്ല. നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അതൊരു സാധാരണ ഒരു കാഷ്വൽ ടോക്ക് പോലെ ആയിരിക്കണം. 6ാമത്തത്, വാച്ച് ഫോർ വാർണിംഗ് സൈൻസ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ബിഹേവിയേഴ്സ് ഒക്കെ ടീനേജിലെ നോർമൽ ആണെങ്കിലും ടെമ്പററി ആണെങ്കിലും എപ്പോഴാണ് ഇതൊരു വാർണിംഗ് സൈൻ ഉണ്ടാവുന്നത്, എപ്പോഴാണ് കുട്ടിക്ക് ഹെൽപ്പ് വേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഹെൽപ്പ് വേണ്ടിയ അവസ്ഥ അറിയണമെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യത്തത് സിവിയർ വിഡ്രോവൽ. എല്ലാ കാര്യങ്ങളിൽ നിന്നും ഉൾവലിഞ്ഞ് വിട്ടുമാറി നിൽക്കുന്ന ഒരവസ്ഥ. പേഴ്സിസ്റ്റന്റ് ആയിട്ടുള്ള സാഡ്നെസ്. എന്ത് ചെയ്താലും എന്തൊക്കെ സാഹചര്യങ്ങൾ വന്നാലും കുട്ടിക്ക് സന്തോഷം തോന്നുന്നില്ല, എപ്പോഴും വിഷമത്തിൽ നിൽക്കുന്ന ഒരവസ്ഥ. ബിഹേവിയർ ചേഞ്ച്, പെട്ടെന്നുള്ള പെരുമാറ്റത്തിലുള്ള വ്യത്യാസങ്ങൾ. അതേപോലെ അക്കാഡമിക് ഡ്രോപ്പ്. ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും പഠനത്തിൽ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് പഠനത്തിൽ പുറകോട്ട് പോകുന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഈ പറഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ഹെൽപ്പ് തേടണം തന്നെ വേണം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇതൊരു നോർമൽ ബിഹേവിയർ ആണെന്ന് പറഞ്ഞുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നത് ഒരു പക്ഷെ നല്ലതായിരിക്കില്ല. 7ാമത്തെ കാര്യം, ബി അപ്രോച്ചബിൾ. അപ്പോ എപ്പോഴും കുട്ടിക്ക് ഇത് മനസ്സിലാവണം, കുട്ടി ഫീൽ ചെയ്യണം, യെസ് ഐ ക്യാൻ ടോക്ക് ടു മൈ പേരന്റ്. എനിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും യെസ് ഐ ക്യാൻ ടോക്ക് ടു മൈ പേരന്റ്. അപ്പോൾ ആ ഒരു അപ്രോച്ചബിൾ സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ടീനേജ് ഒരു ചാലഞ്ചിങ് ഫേസ് തന്നെയാണ് പേരൻസിനും കുട്ടികൾക്കും. പക്ഷേ ഇതിനെക്കുറിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് നമുക്ക് ശക്തമാക്കിയെടുക്കാം. അതൊരു ഹെൽത്തി ടീനേജ് ഫേസ് ആക്കി നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതായി തോന്നിയാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ എക്സ്പീരിയൻസസ് കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.